മണ്ണൂർക്കരയുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി 18ാമത്തെ വയസ്സിൽ കല്യാണമായതാ. കെട്ട് കഴിഞ്ഞ് 7ാം പക്കം പുതിയാപ്പിള ദുബായിക്ക് പ്ലെയിൻ കയറി. ആദ്യം 1-2 കത്തുകളൊക്കെ വന്നു. പിന്നെ ഒരു വിവരവും ഇല്ല. മാസം 1ആയി, 2ആയി, 6ആയി, 10ആയി. പുതിയാപ്പിളയുടെ പൊടിയില്ല. ഒടുക്ക ആരോ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി. അമ്മ എന്ത് ചെയ്തു? 2 പൊതി ഭസ്മം കൊടുത്തു. ഒന്ന് കറുപ്പ്, ഒന്ന് ചുമപ്പ്. എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു 7 കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം 2ഉം 2ആയി കലക്കാൻ. എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ. എന്റെ കുഞ്ഞേ, പറഞ്ഞാ വിശ്വസിക്കത്തില്ല. 3ാം പക്കം പുതിയാപ്പിള ബാഗും തൂക്കി പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യവും അമ്മയോട് തുറന്നു പറയുക. അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക. അറിയുന്നു, എല്ലാം അറിയുന്നു. ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ, ആ മനുഷ്യനെ മാത്രം. ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട്, എന്റെ സ്വന്തക്കാർ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം പോലും എനിക്ക് തന്നില്ല. മതിയായി, ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല. അവൻ നീചശക്തിയുടെ സ്വാധീനത്തിൽ പോയതാണ്. അവനെ തിരിച്ചെടുക്കാം. അമ്മ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അമ്മ ഒരു തകിടെഴുതി പൂജിച്ചു തരാം. അത് ഭദ്രമായി ഒരു കുടത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചിടണം. മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം. 101 വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. അമ്മയെ വിശ്വസിക്കൂ. വിശ്വാസമാണ് രക്ഷ. എന്താ ചേച്ചാ? ബാലകൃഷ്ണൻ നായർ രൂപ തരുമോ? ഇല്ല, രൂപ തന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു. എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത്? നായന്മാര് നന്നാകാത്തത് ഇങ്ങനെ ദുരഭിമാനികളായത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കേട്ടിരിക്കുക എന്നല്ലാതെ എന്ത് പറയാൻ. അന്ന് പോയില്ലേ. ഞാൻ പഠിപ്പിച്ച ഒരു രാമേന്ദ്രനുണ്ട്. ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ. അവിടം വരെ പോയി ഒന്ന് ചോദിച്ചാലോ? കിട്ടുന്നത് തോന്നുന്നുണ്ടോ അച്ഛനെ? ഒരിക്കൽ പെൻഷൻ വാങ്ങാൻ പോയപ്പോ കണ്ടതാ. തൊഴുത് വർത്തമാനമൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്യും. ഛേദമില്ലാത്ത കാര്യമല്ലേ. പണത്തിന്റെ കാര്യം വരുമ്പോഴാ. ശരിയാ. പിന്നെ ഇനി ആരാ ഉള്ളത്? ആരാ ഇത്ര പണം തരിക? ഞങ്ങള് മക്കള് കൊള്ളരുതാത്തവരായി പോയത് കൊണ്ടാ അച്ഛനെ ഈ പ്രായത്തിൽ പണത്തിന് വേണ്ടി നാട് നീളെ തെണ്ടേണ്ടി വരുന്നത് അല്ലേ മോനെ? ഞങ്ങളെ ശപിക്കില്ലെന്നറിയാം. എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം. ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ടു പഠിക്ക ചെന്ന് കൈനീട്ടണ്ട. ഞാനൊരു ശ്രമം നടത്തട്ടെ. പകലുറക്കം പതിവുണ്ടോ സുലുവിന്? ഒരു തലവേദന, ബാമ്പുരട്ടെ, ഒന്ന് മയങ്ങിപ്പോയി. സൈതോട്ടം വന്നിട്ട് കുറെ നേരമായോ? തലവേദന കുറവില്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചോണ്ട് വരാം. ഓ വേണ്ട. സുലു, എനിക്ക് അതിപ്പോ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഒരു പ്രധാന കാര്യം. ഞാനത് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല.
പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തതുകൊണ്ടാ. അതുകൊണ്ടാ. തെളിച്ചു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ സേതുവേട്ടാ. അതെ, അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും. സോറി, സുലുവിൻ്റെ കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു. അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് വാങ്ങിക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ. സേതുവേട്ടാ, ഓ, ഇങ്ങോട്ട് നോക്കിയേ. കൊച്ചുനാൾ മുതൽ സേതുവേട്ടൻ്റെ ഒപ്പം കളിച്ചു വളർന്ന സുലോചന ഏത് ഇക്കാലം വരെ ഇതെന്റേത്, ഇത് സേതുവേട്ടൻ്റെതെന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും. പക്ഷെ സേതുവേട്ടൻ എന്നെ ഒരു അന്യായിട്ടാ ഇപ്പൊ കാണുന്നത്. അല്ലെങ്കിൽ ഇക്കാര്യം ചോദിക്കാൻ ഇത്രയും മടി കാണിക്കില്ലല്ലോ. അങ്ങനെ സുലു എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവേട്ടൻ എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു. സേതുവേട്ടന് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ. ആശ എന്റെ സ്വന്തം അനിയത്തി തന്നെയാ, അറിയോ? എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞ് ഉടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ, ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല. അതിനു മുമ്പേ പൂച്ച പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഇറങ്ങി സ്വാമി. കുടുംബം അനാഥമാക്കല്ലേ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിന് മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ?
എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. ദാ അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ എല്ലാവരും ഒന്ന് നോക്കിയേ, എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാടാ പൊട്ടിത്തെറിച്ച്? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ച് ഉടച്ചത്? ബ്ലഡി ഫൂൾ. തേങ്ങ ആരോടച്ചല്ലാത്തടാ? എന്നാ പിന്നെ തനിക്ക് കുറെ തേങ്ങ മേടിച്ച് ഉടച്ച പോരായിരുന്നോ? എന്നെ എന്തിനാണോ വിളിച്ചത്? നിർത്ത്. നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്നറിയോ? ഞാൻ പറയാം. കേക്കണോ കാർന്നോരെ? കേക്കണോടാ? ഞാൻ പറയാം. ഞാൻ തുറന്നു പറയാം. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ. ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ ചേട്ടാ അവിടെ നിൽക്കാൻ ഇതെങ്ങോട്ടായി കിടന്ന് പായുന്നത്? വീട്ടിൽ ആരുമില്ല കുഞ്ഞെ. അതുകൊണ്ട് കിടന്നോടൂ. സത്യം പറയണം, തേങ്ങ അടിച്ചപ്പോ നിങ്ങൾ എന്തിനാ കിടന്ന് നിലവിളിച്ച്? അയ്യോ അത് പിന്നെ ആ, പേടിച്ചിട്ട്. ഞങ്ങൾ ആരും പേടിച്ചില്ലല്ലോ. എനിക്ക് വയസ്സായില്ലേ. വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കയറ്റി ഇടിച്ച ഷേപ്പ് ഞാൻ മാറ്റിക്കും. അയ്യോ നിങ്ങളല്ലേ അത് അവിടെ കുഴിച്ചിട്ട്? അല്ലേ അല്ല അല്ലേ അല്ല അല്ലേ? അതെ. എന്തിനാ ആര് പറഞ്ഞിട്ടാ? കുഞ്ഞിന് വേണ്ടിയാ. കുഞ്ഞു പറഞ്ഞിട്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഇനി ഒരിക്കലും ഞാൻ കുഴിച്ചിടത്തില്ല. മോളെ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ സുഗതനോട് ഒന്നു പറ. ഇച്ചിരി ക്ഷമിക്കും. പിന്നെ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാ കാണാൻ നല്ല രസമായില്ലേ? ഈ നീചന്മാരുടെയും കൂടോത്രക്കാരുടെയും കൂടെയുള്ള പൊറുതി എനിക്ക് മതിയായി. സർക്കാർ എനിക്ക് ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവനത് വെറുതെ പറഞ്ഞതല്ല. കേട്ടല്ലോ. ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ? അപ്പൊ ഞങ്ങൾ 3 ആളും ഐശ്വര്യമായിട്ട് ഇറങ്ങാണ്. നിങ്ങൾ 2 ആളും എന്റെ പുറകെ സൂക്ഷിച്ച് നടക്കണം. വാ നിക്ക് നേരെ വഴി പോണ്ട, ഇതിലേ പോ. ആ പരമദ്രോഹി ഇവിടൊക്കെ കുഴിച്ചിട്ടിരിക്കാവും. ഓനെ നീ മറികടക്കല്ലേ, പഴുത്തു പോവും. അവന്റെ മുമ്മയുടെ ദൈവമേ. എടോ കുറുപ്പേ, എന്നെങ്കിലും ഏതെങ്കിലും കേസിൽപ്പെട്ട് നിന്നെ എന്റെ കസ്റ്റഡി കിട്ടും. അത് ഉറപ്പാ. അന്ന് നിന്റെ കർസേലയായിരിക്കും കേട്ടോടാ.